ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് OLXിൽ നിന്ന് ഐഫോൺ വാങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ, അതായത് ഒരു 6-8 മാസം മുമ്പ് വരെ നമുക്ക് OLXിൽ നിങ്ങൾക്ക് കാണാം ഐഫോൺ 7 പ്ലസിനൊക്കെ മുടിഞ്ഞ വിലയായിരുന്നു. അതായത് 15 മുകളിലോട്ട്, അധികവും 15 മുകളിലോട്ട്, 15 മുതൽ 25 ഇടക്കായിരുന്നു ഐഫോൺ 7 പ്ലസ് ഒക്കെ വിറ്റുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, അടുത്തായിട്ട് പല സർവീസുകളും ഐഫോണിൽ അവർ കട്ട് ചെയ്ത് കളഞ്ഞു, പ്രത്യേകിച്ചിട്ട് UP ആപ്സ്. അതിനുശേഷം നല്ല രീതിയിൽ വില കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു 5000, 6000, 7000, 10000 രൂപയ്ക്കൊക്കെ നമുക്ക് 128 GB 7 പ്ലസും അതുപോലെ തന്നെ 10000 രൂപയുടെ അടുക്കൽ വെച്ചിട്ട് ഒരു 256 GB 256 GB വരുന്ന ഐഫോണുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഐഫോണിനും ആൾക്കാർ വില കുറച്ചിട്ടും, അതുപോലെ തന്നെ പല ഐപാഡുകളും ഒക്കെ വളരെയധികം കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ OLXിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താ പറയുക, നമ്മൾക്ക് ഈ ഐഫോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് എത്തുന്നത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലെ ഇമേജസ് തരുന്ന ക്യാമറ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ട് വീഡിയോ തരുന്ന ക്യാമറ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. പുതിയ ഐഫോണുകളൊക്കെ നമ്മൾക്കറിയാം, അവർ കോമ്പറ്റീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല ക്യാമറ കൊടുക്കുന്നു. പക്ഷേങ്കിൽ പഴയ ഫോണുകളൊക്കെ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 7 പ്ലസിൻ്റെ ഒക്കെ കാര്യത്തിൽ, അത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ അതിൻ്റെ ക്യാമറ എത്രത്തോളം സ്ക്രാച്ച് ഉണ്ട്, അതിന് എത്രത്തോളം ക്ലിയർ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതെ പോയി വാങ്ങരുത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ, അടുത്തന്നെ ചിലപ്പോൾ അതിലൊക്കെ വാട്സപ്പിൻ്റെ സേവനമൊക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ഫോണുകൾ നിങ്ങൾ വീഡിയോ റെക്കോർഡിംഗ്, ഗെയിമിംഗ് തുടങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കല്ലാതെ, ഇപ്പം 8 ആയാലും അതിന് മുകളിലേക്കായാലും ഒരു 12 വരെയുള്ള ഫോണുകൾ നിങ്ങൾ എടുക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ ഈ പറയുന്ന UP ആപ്സിൻ്റെയും വാട്സപ്പിൻ്റെയൊക്കെ സേവനങ്ങൾ അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിത്യോപയോഗത്തിനായിട്ട് ഐഫോൺ എടുക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടെടുക്കുക. കാരണം എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ ഞാനിപ്പോൾ ജസ്റ്റാണ് ഐഫോൺ 7 പ്ലസ് ആണ് കേട്ടോ 7 പ്ലസ് എടുത്തത്, അപ്പം ഇതിൽ ഗൂഗിൾ ആപ്സ്, അതായത് ഈ പറഞ്ഞ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പം നിങ്ങൾ ഇപ്പം നമ്മൾക്കറിയാം, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാൻ. അപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐഫോൺ വാങ്ങുമ്പോൾ കുറഞ്ഞത് ഐഫോൺ 13 എങ്കിലും വാങ്ങാൻ ശ്രമിക്കുക. അതിൻ്റെ താഴോട്ട് വാങ്ങരുത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട്സ് അതിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ഒരു കാര്യമില്ല. അതുമല്ല, ഇപ്പം എല്ലാവർക്കും ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്ന ടീംസും വില കുറച്ച് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഐപാഡ് വാങ്ങാൻ പോകുന്നതോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കുറഞ്ഞ വിലയിലൊക്കെ ഐപാഡ് കാണാൻ സാധിക്കും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ പോലെയല്ല. ഐപാഡിൽ നമ്മൾ ഇപ്പം BGM തുടങ്ങിയ ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 4 GB സൈസാണ് ഡൗൺലോഡ് വരിക. അത് 4 GB തന്നെയായിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വലിയ സൈസ് തന്നെയാണ് അപ്ഡേറ്റ് നടക്കുന്നത്. അല്ലാണ്ട് നമ്മളെ ആൻഡ്രോയിഡിലെ പോലെ ചെറിയൊരു അപ്ഡേറ്റും ബാക്കി ഡൗൺലോഡ് അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു കാരണവശാലും നിങ്ങൾ ഗെയിമിങ്ങിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ച് ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിവൈസ് ആണെങ്കിൽ 64 GB എടുക്കരുത്. കുറഞ്ഞത് 128 GB എടുക്കുക, അല്ലെങ്കിൽ 256 GB നോക്കുക. കാരണം ഈ പറയുന്ന 4 GB ഏകദേശം അതിൻ്റെ ഫയൽ വരുന്നുണ്ട്. കൂടാതെ നമ്മൾക്ക് മറ്റുള്ള ഐറ്റംസൊക്കെ കൂടി ഡൗൺലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു 10, 23, 25, 20 മുതൽ 25 GB വരെ എന്ത് ചെയ്യും, ഈ പറയുന്ന BGM തന്നെ ഉപയോഗിക്കും. പിന്നീട് നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത ഫയൽ ഇടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കറിയാം 1 മിനിറ്റ് ഐഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 800 മുതൽ 2 GB ഇടക്കാണ് അതിൻ്റെ ഫയൽ സൈസ് വരിക റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ. ഈ ഐപാഡുകളിലൊക്കെ അത്രയും കുറച്ചും കൂടി വരുന്ന റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് തന്നെ, നല്ല ക്വാളിറ്റി റെക്കോർഡ് ചെയ്യുമ്പോൾ അത്രയും ഫയൽ സൈസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഫോണിൽ തന്നെ അല്ലെങ്കിൽ ഐപാഡിൽ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ 64 GB എടുക്കരുത്. പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. കാരണം നമ്മൾക്കറിയാം, നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല കളി കിട്ടുക. നമ്മൾ ഇപ്പം കിൽസ് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഒരു 1-2 ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അത് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താവും, ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് ഫുള്ളാവും. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ആകെ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽഗാർട്ട് പോലത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി വീഡിയോ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് നമ്മളെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെടുത്തി അതിലേക്ക് എന്താ പറയുക, ഈ ഐപാഡിൻ്റെ സ്ക്രീൻ കാസ്റ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുക. സ്ട്രീം ചെയ്യുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുക. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എന്നാലും 64 GB എന്ന് പറയുന്നത് ഐപാഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയാണ്. 64 GB എന്ന് പറയുമ്പോൾ അത്രയും കുറവാണ് നല്ലോണം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. ഓക്കെ, അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, OLXിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഇപ്പം 1 ലക്ഷം രൂപയിലുള്ള ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഫ്രഷ് സാധനം കൊടുക്കുമ്പോൾ ആൾക്കാർ എന്തായാലും ഒരു 60,000, 50, 60
ഒക്കെ കൊടുക്കും. അത്രയും നല്ല ആണെങ്കിൽ ഒരു 70 പിടിക്കും. പിന്നീട് സാധനം വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 70, 80 നമ്മൾ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1 ലക്ഷം രൂപ വിലയിലെ ഒരു സാധനം ഒരു കാരണവശാലും ആരും പെട്ടെന്ന് തന്നെ 25,000-നോ 20,000-നോ 15,000-നോ കൊടുക്കാൻ നിൽക്കില്ല. അപ്പോൾ OLX അങ്ങനത്തെ കുറേ ഓഫറുകൾ കാണും. അത് മാക്സിമം കാണുമ്പോൾ തന്നെ അത് തട്ടിപ്പാകുന്ന രീതിയിൽ ഒഴിവാക്കി വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ 50,000 രൂപ ഒരു പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ അതിൽ ഒരു 25 ഒക്കെ പറയുന്ന ആ ഒരു റേഞ്ച് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മാക്സിമം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറി നോക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന മറ്റുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ആൾക്കാരുണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൊഡക്റ്റ് വന്നതായിട്ട് കാണിക്കും. അപ്പോൾ അതിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിനെ പല വിലയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടിട്ടുണ്ടാകും. ഒരു 200, 250 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേ പ്രൊഡക്റ്റ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഫ്രോഡാണുള്ള കാര്യം. അപ്പം അത്രയും കാര്യങ്ങൾ ചിന്തിക്കുക. കാരണം ഇപ്പോഴും വില കുറഞ്ഞ ഐഫോൺ എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് ഇപ്പം iPhone 16 പ്ലസ് അല്ലെങ്കിൽ iPhone 16 Pro Max 25,000 രൂപയ്ക്ക് കണ്ടപാടും ഓക്കെ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്ന ടീംസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. സ്കാമേഴ്സ് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടുകാരെ തന്നെ ആവണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഏത് ഭാഷയിൽ സംസാരിക്കാനും നമ്മൾക്ക് ഇപ്പോൾ ഉള്ള കാര്യം നമ്മൾ എവിടെയാണ് ബ്രോ പ്ലേസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതേപോലെ അത് കോപ്പി ചെയ്തിട്ടിട്ട് എന്താണ് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് തിരിച്ച് അതേ ഭാഷയിൽ തിരിച്ച് പറയാനൊക്കെ സാധിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ നാട്ടുകാർ തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, പൈസ അയച്ചു കൊടുത്തിട്ടുള്ള പരിപാടി ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ട് കാര്യങ്ങൾ കൊണ്ടുനടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.